Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. സോ ബികോം സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പർ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കാണാ, സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. സോ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ഡിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം BBA MCOM MBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ആപ്പിലൂടെയാണ് അവൈലബിൾ ആവുക. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ട്. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. അസൈൻമെൻറ്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് സബ്ജക്ട്സിൻ്റെ മിക്സാണ്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മെജോറിറ്റി വരുന്നത്. മാത്തമാറ്റിക്സ് ആദ്യം നമുക്ക് കുറച്ച് ഏരിയ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റിയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ പാർട്ട് ഡിയിൽ 4 SI ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 10 മാർക്ക്. 3 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് എക്സ്പെക്ടേഷനാണ്, കാരണം നിങ്ങളാണ് ഈ ഒരു പേപ്പർ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിനൊരു പാസ്റ്റ് ഇല്ല, നിങ്ങളാണ് ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ SI ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. 2 ടോപ്പിക്സ് മാറി മാറി വരും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാം. കോറിലേഷൻ ആണ് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട ആദ്യത്തെ ടോപ്പിക്ക്. കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ SI ചോദ്യം. കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഉണ്ട്, സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ ഉണ്ട്. റാങ്ക് കോറിലേഷൻ കൂടുതൽ നമ്മൾ ഷോർട്ട് SI ആയിട്ടാണ് കണ്ടുവരാറ്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ അതിൻ്റെ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. പലരും ചോദ്യം ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇക്വേഷൻ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്യില്ല. നമുക്ക് ഏത് വേണേൽ അപ്ലൈ ചെയ്യാം. ആദ്യം പഠിക്കുന്ന സിംപ്ലസ്റ്റ് വൺ ഇല്ലേ, അത് അപ്ലൈ ചെയ്താൽ മതി. N×σxy എന്ന് പറയുന്ന ആ ഒരു സംഭവം. രണ്ടാമത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് റിഗ്രഷൻ. സോ റിഗ്രഷൻ ഇക്വേഷൻ y/x x/y പ്രോബ്ലം നിർബന്ധമായും പഠിക്കണം. അത് 2 രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ സാധാരണ x ഉം y തന്നിട്ടുള്ള സിംപ്ലസ്റ്റ് രീതി, അതല്ലാണ്ട് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സിൻ്റെയും വൈയുടെയും തരുന്നു, പിന്നെ കോറിലേഷനും. ഇത് ഇത്ര ഡീറ്റെയിൽസ് തന്നിട്ട് y/x ഉം x/y കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം SIക്ക് കമ്പൽസറി ആണ്. അപ്പോൾ അത് ഇത് രണ്ടും ആദ്യം പഠിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇക്വേഷൻസ് ഒരു കുട്ടിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ, ഫോർമുല അറിയാമെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ കിട്ടും. എക്സും വൈയും തന്നാൽ ഫുൾ മാർക്ക് അടിക്കാം, 10 മാർക്ക്. അതുകൊണ്ടാണ് ഞാനത് ആദ്യം തരാൻ കാരണം. നിങ്ങളാണെങ്കിലും ആദ്യം കോറിലേഷൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം, റിഗ്രഷൻ്റെ ആണെങ്കിലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ പിന്നെ നിങ്ങളുടെ സേഫായി 10 മാർക്സ് അവിടെ കിട്ടി. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു SI ചോദ്യം എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പറിൽ നിന്നാണ്. ഇൻഡെക്സ് നമ്പറിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെയ്റ്റഡ് ഇൻഡെക്സിൻ്റെ പ്രോബ്ലംസ് ആണ്. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. വെയ്റ്റഡ് ഇൻഡെക്സ് ആണ് SIക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് പാഷയുടെ, ലാസ് പിയേഴ്സൺ, കെല്ലിയുടെ ഒരു 4-5 ആൾക്കാരുടെ ഉണ്ട്. സോ ഇവരുടെ പ്രോബ്ലം, ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇൻഡെക്സ് നമ്പറിൽ നിന്നുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 5 പേരുണ്ട്. അപ്പോൾ 5 പേരുടെയും ഫോർമുല പഠിക്കുക, ഇത് നേരം കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സജഷൻ നൽകാനുള്ളത്, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ടോപ്പിക് ഉണ്ട് മീൻ മീഡിയൻ മോഡ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ അതിൻ്റെയും പ്രോബ്ലം വരാൻ വേണമെങ്കിൽ മീൻ, മീഡിയൻ, അതുപോലെ തന്നെ മോഡ്. സോ ഇതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ 3 പ്രോബ്ലംസും
ഒരു തിയറിയാണ് വരിക നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് 4 ചോദ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇനി ഒരെണ്ണത്തിനും കൂടിയും സാധ്യതയുണ്ട്. മീൻ മീഡിയൻ മോഡ് അല്ലെങ്കിൽ പിന്നെയുള്ളത് ഡിസ്പേർഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ അതല്ലെങ്കിൽ ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പിന്നെ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ അതല്ലെങ്കിൽ MDനെ എഴുതണല്ലോ, മീൻ ഡീവിയേഷൻ ഉണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷൻ QDനെ എഴുതണല്ലോ, അതിൻ്റെയും നമുക്ക് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ 3 എണ്ണത്തിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് കിട്ടുക. അത് കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ ഒരെണ്ണം, പിന്നെ ഇൻഡെക്സ് നമ്പർ, പിന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം, മീൻ മീഡിയം മോഡോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ കേസ് അങ്ങനെയാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് കോറിലേഷൻ, റിഗ്രഷൻ, ഇൻഡെക്സ് നമ്പർ, ഇത് 3 പഠിച്ചാൽ 2 essay മിക്കതും കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി മാത്തമാറ്റിക്സ് ഏരിയയിൽ നിന്ന് മെട്രിക്സിൻ്റെ ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് essay ചോദ്യങ്ങളുടെ സജഷൻസ്, ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇനി ഇതിലെ തിയറി നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോറിലേഷനിൽ നിന്ന് തന്നെ. കോറിലേഷൻ്റെ തിയറി ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ചോദ്യം. എന്താണ് കോറിലേഷൻ? അതാണ് തിയറിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യം. പിന്നെ തിയറിക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയം മോഡ്, ഇതിൻ്റെ തിയറി ഞാനിവിടെ തിയറിനെ എഴുതിയില്ല, ഇതിൻ്റെ തിയറിയാണ് കേട്ടോ. ടൈപ്സ് തിയറി, ഈ സെയിം സംഭവത്തിന് തന്നെ തിയറി, മീൻ മീഡിയം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നായിരിക്കും ചോദിക്കുക, മീൻ തിയറി. പിന്നെ ഇൻഡെക്സ് നമ്പറിൻ്റെ കേസിലാണെങ്കിലും ഇൻഡെക്സ് നമ്പർ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതും എന്താണ് തിയറിയിൽ സ്കോപ്പുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലംസിൻ്റെ ഏരിയയില്ലേ, അതിൻ്റെ തന്നെ തിയറിയിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാൻ സാധ്യത. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ പാർട്ട് ഡിയിലുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഐ റിപ്പീറ്റ്, ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സജഷൻ എന്ന് പറയുന്നത് കോറിലേഷൻ്റെ സിമ്പിൾ ഇക്വേഷൻ പഠിക്കുക, റിഗ്രഷൻ്റെ സിമ്പിൾ ഇക്വേഷൻസ് പഠിക്കുക, ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ കിട്ടും. ബുക്കിൽ വൈഡായിട്ടാണ്, ബട്ട് നമ്മൾ ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എക്സാമിന് അങ്ങനെ തന്നെ വരാൻ സാധ്യത. ഇൻഡെക്സ് നമ്പറിൽ ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇൻഡെക്സ് നമ്പർ ഒരുപാടുണ്ട്. നമ്മൾ ഈ പറയുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഇതുവരെയുള്ള ഇമ്പോർട്ടൻസിൻ്റെ ബേസിലാണ്. പിന്നെ മീൻ മീഡിയൻ മോഡിൻ്റെ എന്താണ് പ്രോബ്ലം അല്ലെങ്കിൽ തിയറി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, അതും essayക്ക് വരാൻ സാധ്യതയുണ്ട്, മെട്രിക്സിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ. ഇനി പാർട്ട് സിയിൽ അതുപോലെ തന്നെ പാർട്ട് AB, ഇതിലൊക്കെ ഉറപ്പായും വരുന്ന essay ചോദ്യങ്ങളുമായിട്ട് കാണാം. പിന്നെ ഞാൻ വീണ്ടും പറയണു, ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള പാറ്റേൺ ആയിരിക്കും 100% പറയാൻ സാധിക്കില്ല. ഇത് ഞാൻ വീണ്ടും പറയാണ്, ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ. ഇനി എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാറ്റേൺ ആദ്യമായിട്ട് വരുമ്പോൾ വേറൊരു രീതിയിൽ അവർ ഇട്ടിട്ട് നമ്മുടെ മെക്കെട്ട് കയറരുത്. ഞാൻ വീണ്ടും പറയണു, നിങ്ങൾക്ക് അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഈ ഒരു രീതി വിട്ടിട്ട് വരാറില്ല, നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഇത് പറയുന്നത്. മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റിയിട്ടാലും നിങ്ങൾക്ക് എന്താ 4 കാലിൽ വീഴാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് ഞാനിവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. എക്സാം റിലേറ്റഡ് ലൈവ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ, അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.